ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോവേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് വൺസ്, ഏസ് ഓഫ് കപ്സ്, പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും 7 ഓഫ് വൺസുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ 4 ഓഫ് വൺസ് കാണുമ്പോൾ തന്നെ നോക്കിക്കേ, അവിടെ ഒരു ആഘോഷം, ഒരു സെലിബ്രേഷനാണ് അവിടെ കാണുന്നത്. അതായത് ആഘോഷം, ബന്ധത്തിൻ്റെ ഉറപ്പാക്കൽ, ഒരു സന്തോഷകരമായ ഘട്ടം. ഇത് പലപ്പോഴും ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ വീട്ടിലെ സന്തോഷം, ബന്ധത്തിലെ സ്റ്റെബിലിറ്റിയൊക്കെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അതും നോക്കുകയാണെങ്കിൽ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് ഒരു പുതിയ ഒരു കപ്പ് ഓഫ് ലവ്, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു കപ്പ് ഓഫ് ലവ് നമുക്ക് വെച്ച് നീട്ടുന്നതാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പ്രണയ ബന്ധം വരുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിറയുന്ന ഒരു പുതിയ അനുഭവം. ഇതൊരു ജെനുവിൻ ലവ് എനർജിയാണ്. ഇമോഷണലി ഫുൾഫിൽമെൻറ്റ് നൽകുന്ന ഒരു എനർജിയാണ് ഏസ് ഓഫ് കപ്സ് തരുന്നത് നമുക്ക്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വരുന്നത്. അതായത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിൻ്റെ ലൈഫിലേക്ക് വരുന്ന വ്യക്തി റെസ്പോൺസിബിളും പേഷ്യൻറ്റും ഹാർഡ് വർക്കിങ്ങും പ്രാക്ടിക്കലും ആയ ഒരാളായിരിക്കും. അങ്ങനെ ഒരു വ്യക്തി സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ അത് അവരുടെ ലവ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതും സ്ലോ ആയിട്ടായിരിക്കും. കാരണം ഇവിടെ ചലിക്കുന്നില്ലല്ലോ, സ്ലോ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ കമ്മിറ്റ്മെൻറ്റ് മൈൻഡിലാണ് വരുന്നത്. അതായത് പുള്ളി സ്റ്റേബിൾ ആയിരിക്കുമെന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വൺസ് ആണ്. അതായത് ഇത് നീ ഇതുവരെ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അതായത് നിങ്ങൾ ഇതുവരെ നേരിട്ട ബുദ്ധിമുട്ടുകൾക്കെതിരെ നിങ്ങൾ ശക്തമായി നിലകൊണ്ടു. ഇപ്പോഴുള്ള എനർജി കാണിക്കുന്നത് അതാണ്. നിങ്ങൾ നിൻ്റെ സ്ഥാനം സ്ട്രോങ്ലി പിടിച്ചു നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ആ പ്രശ്നങ്ങളിൽ പിടിച്ച് നിങ്ങളുടെ ന്യായമായിട്ട് രീതിയിൽ തന്നെ, അതായത് എങ്ങനെയാണോ നിൽക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ നിലകൊണ്ടു, ഇളകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിങ്ങൾ നിലകൊണ്ടു എന്നാണ് ഈ 7 ഓഫ് വൺസ് കാണുന്നത്. അതായത് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവനായിട്ട് മുന്നോട്ട് പോകുന്നു. അതായത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ നിന്നു, ചാഞ്ചല്യമൊന്നുമില്ലാതെ എന്നാണ് 7 ഓഫ് വൺസ് കാണിക്കുന്നത്. അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിലേക്ക് അടുത്തതായി വരുന്ന ഒരു പുതിയ സ്ഥിരതയുള്ള പ്രണയബന്ധമാകും. ആ വ്യക്തി സമയമെടുത്താലും അവൻ സത്യസന്ധനും ഉറച്ച മനസ്സുകാരനുമാകും. ഈ ബന്ധം ഇമോഷണലി ഫുൾഫിൽമെൻറ്റ്, സ്റ്റെബിലിറ്റിയും നൽകുന്ന തരത്തിലായിരിക്കുമെന്നാണ് ഈ കാർഡുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.